ഈ പ്രണയത്തിന്റെ ഫീല് നല്ല രസാല്ലേ? ഞാനും പ്രണയത്തെ ഒരു ലവ് മാരേജ് ചെയ്യുന്നു ട്ടോ. അപ്പൊ ആ സമയങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാ ശരിക്കും ഒരു 8 മണിയൊക്കെ ഞാൻ സാധാരണ എണീക്കാറുള്ളെങ്കില് അവര് പോകുന്ന സമയം ഒരു 6 മണി അന്ന് ബസ്സിലായിരുന്നു അവര് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഒരു 6 മണി സമയമൊക്കെ ആകുമ്പം അവര് 6:30 ആകുമ്പോഴത്തേക്കും അവരെ ബസ് പോകും. അപ്പൊ അലാറൊക്കെ വെച്ച് എണീറ്റ് ആ ഒരു ബസ് ജസ്റ്റ് ഒന്നിങ്ങോട്ട് പാസ് ചെയ്ത് പോവേ ഉള്ളൂ. അത് കാണാൻ വേണ്ടി ഞാൻ അലാറം വെച്ച് എണീറ്റ് പോയി ഇരിക്കാറുണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ എന്റെ മനസ്സില് നമ്മുടെ മനസ്സിലുണ്ടാവൂലേ, ഓ ഇവരെ വീടിന്റെ തൊട്ടടുത്തെങ്ങാനായിരുന്നെങ്കിൽ നമ്മളെ വീട് അപ്പൊ ഡെയിലി കാണായിരുന്നല്ലോ എന്നൊക്കെ ഉള്ള ഭയങ്കര നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ സമയത്തൊക്കെ. അപ്പം ഉം, എന്താ പറയാ അതുപോലെ തന്നെ ഭയങ്കര ഇമാജിനിങ് ആയിരിക്കും. അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഇസ്തിരി ഇട്ട് കൊടുക്കുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ നല്ല ഇമാജിനിങ് ആയിരിക്കും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് അതൊക്കെ മാറും. പിന്നെ ഈ 6 മണിക്ക് എണീറ്റിട്ട് ഒരു 7 മണിക്ക് അവർക്ക് പോകണ്ടെങ്കിൽ തന്നെ വിളിച്ചെന്ന് വെച്ചാൽ ഓ എന്നുള്ള ലെവലിലായിരിക്കും നമ്മൾ എണീറ്റ് വരിക. ഇത് ശരിക്കും അവരോടുള്ള ഇഷ്ടം നമുക്ക് ഇല്ലാതായിട്ടൊന്നുമല്ല. പക്ഷെ ആ ഒരു പ്രണയിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് അത് നമ്മുടെ ലൈഫ് ലോങ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുറച്ച് സമയത്ത് അത് എന്താണെങ്കിലും നിൽക്കുള്ളൂ. പിന്നെ നമ്മുടെ സ്വന്തമായി കഴിഞ്ഞിട്ട് വെച്ചാൽ എന്താ പറ്റുന്നതെന്ന് അറിയില്ല. ആ സ്വന്തമായി കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് അതിനോടുള്ള ഒരു ഫീലിങ്സ് കുറയുന്നതാണോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളതാണല്ലോ പിന്നെ എവിടേക്ക് പോകില്ല എന്നുള്ളൊരു അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണോ നമുക്ക് വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രണയങ്ങളും അവിടെ അവസാനിക്കുന്നതാണ് കണ്ടുവരുന്നത്. പക്ഷെ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ രസം. എപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അവർക്കുള്ള എല്ലാ കുറവുകളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. അവരെ മൈനസുകൾ പോലും നമുക്ക് ഭയങ്കര പ്ലസ് ആയിട്ട് തോന്നും. അവരിപ്പോ നമ്മളൊന്ന് ഓവർ കെയർ ചെയ്യുമ്പോൾ നമ്മള് അപ്പൊ നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ഓ അവര് ഭയങ്കര കെയറിങ് ആണെന്ന് മാത്രം തോന്നുന്നു. പക്ഷെ അതേ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടാണ് ആ ഓവർ കെയറിങ് വെച്ചാല് നമുക്കതൊരു എന്താ പറയാ ഇത് നമ്മളൊരു ഏഹ്, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. രണ്ടും ഒരേ കാര്യമായിരിക്കും പറയുന്നത്. കല്യാണത്തിന് മുന്നും ശേഷം ആണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ കല്യാണം കഴിഞ്ഞ് നമ്മളെ സ്വന്തമായി കഴിയുമ്പോൾ നമുക്ക് വരുന്ന എന്തോ ഒരു മാറ്റാണ് അത്. അത് രണ്ടുപേർക്കും ഉണ്ട് ട്ടോ. ഒരാൾക്ക് മാത്രമല്ല രണ്ടുപേർക്കും. അപ്പൊ എല്ലാം സാധാരണ കാണാറില്ലേ കല്യാണത്തിന് മുന്നേ നമ്മള് രാത്രിയും പകലും മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കായിരിക്കും. ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. പിന്നെയും നമ്മൾ കിട്ടുന്ന സമയം ഫ്രീ ഉണ്ടാക്കി കണ്ടെത്തി രാത്രി 10 മണിക്ക് തുടങ്ങി രാവിലെ വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ആ സംസാരം എവിടെ പോകുന്നെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ അത്യാവശ്യ കാര്യത്തിൽ ഒന്ന് ഫോൺ ചെയ്യും, ആ അത് വേണട്ടോ ഇത് വേണട്ടോ. അതേപോലെ തന്നെ എനിക്ക് ചിലപ്പോൾ അവിടുന്ന് തിരിച്ചുള്ള മറുപടി. ഇപ്പൊ എല്ലാരും പറയാറില്ലേ ഏറ്റവും മനോഹരമായത് ദൈവം കൂട്ടിച്ചേർക്കില്ലെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു കൂട്ടിച്ചേർക്കാത്തത് കൊണ്ടല്ല, അത് നമുക്ക് കിട്ടാത്തതാണ് മനോഹരം. നമുക്ക് കിട്ടാതെ പോയ പ്രണയങ്ങളാണ് നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവുക. നമ്മൾ ഒന്നിച്ചു പോയ പ്രണയങ്ങൾ പിന്നെ കുറച്ചൊക്കെ കാലം കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോവാണ്. അപ്പൊ കിട്ടാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് അത് ഏറ്റവും മനോഹരമായിട്ട് നിൽക്കുന്നത്.